വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ്, ആ ഒരു പ്രസംഗം, അതൊരു എനിക്ക് തോന്നുന്നത് ഒരു ഫാർ റീച്ചിങ് കോൺസിക്വൻസ് ഉള്ള, അതായത് കുറെ കാലത്തേക്ക് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിന്റെ ഒരു വഴിതുറക്കലാണ് ഇന്ന് വെള്ളാപ്പള്ളി നടത്തിയിരിക്കുന്നത്. അതിനെ കേവലം ഇന്നത്തെ ഒരു പ്രസ്താവന മാത്രമായി കാണേണ്ടതില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം കേരളത്തിൽ ഇങ്ങനെയുള്ള ഒരു പോളറൈസേഷൻ, ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറം ജില്ലയിൽ അങ്ങനെ ഉണ്ടാകും, അല്ലെങ്കിൽ മലപ്പുറത്തെ മുസ്ലിങ്ങളെല്ലാം സംഘടിതരായി നിന്ന് ഹിന്ദുക്കളെ മുഴുവൻ അവിടെ നിന്ന് ഓടിക്കും എന്നൊക്കെ രീതിയിലുള്ള ഒരു നറേറ്റീവ് കൊണ്ടുവരുന്നതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഈഴവരെക്കുറിച്ച് മാത്രം, അതും SNDPയുടെ പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഉണ്ണിസാർ സംഘപരിവാറിനെയും BJPയും ഒക്കെ പറയുമല്ലോ, കേരളത്തിലെ ഏതെങ്കിലും ഒരു നേതാവ് അല്ലെങ്കിൽ കേരളത്തിൽ ഈ രീതിയിലുള്ള മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിലുള്ള, ഇങ്ങനെ വിഘടിക്കിച്ച് നിൽക്കണം എന്ന രീതിയിലുള്ള ഒരു അഭിപ്രായം പറഞ്ഞതായി ഈ അടുത്ത കാലത്തോ അല്ലെങ്കിൽ പഴയ കാലത്തോ എപ്പോഴെങ്കിലും എടുത്ത് കാണിക്കാൻ കഴിയുമോ? ഇങ്ങനെയുള്ള പ്രസ്താവനകളിലേക്ക് ഒരിക്കലും BJPയുടെയോ RSSന്റെയോ നേതാക്കൾ കേരളത്തിൽ പോയിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അങ്ങേക്ക് ചൂണ്ടിക്കാട്ടാൻ ഒരു നാരായൺ റാണേ ഉണ്ടാകും. പക്ഷേ കേരളത്തിലെ ഒരു നേതാവിനെ പോലും, കാരണം കേരളത്തിൽ ജീവിക്കുന്ന, കേരളത്തിലെ സാഹചര്യം അറിയാവുന്ന, കേരളത്തിലെ കമ്മ്യൂണൽ ഫാബ്രിക് എന്ന് പറയുന്നത് എത്രത്തോളം ഡെലിക്കേറ്റ് ആണ്, അത് അങ്ങനെ തന്നെയാണ് ഡെലിക്കേറ്റ് ആയത്, അത് അത്രയും മിനുസത്തോടു കൂടി തന്നെ ചേർത്ത് കൊണ്ടുപോകണം എന്നുള്ള ധാരണയുള്ള ആളുകൾ തന്നെയാണ് ഇരിക്കുന്നത്. ഇതുവരെ സംസ്ഥാന BJPയിലെയോ BJP അധ്യക്ഷനടക്കം ആരെങ്കിലും ഈ ഒരു പ്രസ്താവനയെ അനുകൂലിച്ച് രംഗത്ത് വന്നതായിട്ട് കാണുന്നുണ്ടോ? വെള്ളാപ്പള്ളി നടേശനെ പിന്തുണയ്ക്കുന്നത്, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ നരേന്ദ്രമോദിക്കൊപ്പമാണ് എന്നൊക്കെ അങ്ങ് പറയുന്നുണ്ടല്ലോ. പക്ഷേ യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ തുടർഭരണം കിട്ടുമെന്നേ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിനാണ്, അല്ലാതെ BJP കേരളത്തിലേക്ക് അധികാരത്തിൽ വരുമെന്നല്ല. LDF സർക്കാരിന് തുടർഭരണം കിട്ടുമെന്ന് പറയുന്ന LDFന് ഒപ്പം നിൽക്കുന്ന ഒരു സമീപനമാണ് വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിക്കുന്നത് എന്നത് വ്യക്തമാണ്. ഇക്കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലടക്കം സരിനെയാണ് സ്വീകരിച്ചത്, അതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ കാര്യത്തിലൊന്നും ഒരു വ്യക്തത കുറവുമില്ല. ഇനി അദ്ദേഹം പറഞ്ഞ കാര്യത്തിലെ ഫാക്ട് ചെക്കിംഗ് നമുക്ക് ആദ്യം ഒന്ന് നടത്തി നോക്കാം. ഞാൻ മലപ്പുറം ജില്ലയിലെ കുറച്ച് സുഹൃത്തുക്കളുമായൊക്കെ സംസാരിച്ചു. അതിൽ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ കോട്ട് ചെയ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. പ്രത്യേക ആളുകളുടെ സംസ്ഥാനം അല്ലെങ്കിൽ പ്രത്യേക രാജ്യമെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ആ പ്രത്യേക രാജ്യത്തിൽപ്പെട്ട ആ രാജ്യത്തെ സിറ്റിസൻസുമായിട്ട് ഞാനൊന്ന് സംസാരിച്ചു. അവിടെയുള്ള സ്കൂളുകളുടെയും കോളേജുകളുടെയും ഒക്കെ കണക്കൊന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ AP സുന്നി വിഭാഗത്തിന് മലപ്പുറത്തിൻ്റെ ഹൃദയഭാഗത്ത്, അതായത് മഞ്ചേരി അടക്കം മലപ്പുറത്തിൻ്റെ ഹൃദയഭാഗത്ത് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത് AP സുന്നികൾക്കാണ്. അതോടൊപ്പം തന്നെ മറ്റ് വിഭാഗങ്ങൾക്കൊന്നും, അതായത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനടക്കം ഒരു സ്ഥാപനം പോലും ഇല്ലേ എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ്. സ്ഥാപനമുണ്ട്. പെരിന്തൽമണ്ണയിലാണ് SNDPയുടെ കോളേജ് ഇരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് പെരിന്തൽമണ്ണ മലപ്പുറം ജില്ലയിലാണെന്നാണ്. പെരിന്തൽമണ്ണയിൽ SNDPയുടെ കോളേജുണ്ട്. ഭാരതീയ വിദ്യാനികേതൻ സ്കൂൾ, തരകൻ സ്കൂൾ അങ്ങാടിപ്പുറം, കല്യാണി കോളേജ്, KR കോളേജ് വളാഞ്ചേരി, മർത്തോമ കോളേജ് ചുങ്കത്തറ, സെന്റ് മേരീസ് കോളേജ് പുത്തനങ്ങാടി, ഫാത്തിമമാത കോളേജ് എടക്കര, സെന്റ് ജമ്മ സ്കൂൾ മലപ്പുറം, NSS കോളേജ് മഞ്ചേരി, NSS സ്കൂൾ തിരൂർ, അങ്ങനെ പോകുന്നു. അംബേദ്കർ കോളേജ് ഉണ്ട് വണ്ടൂരിൽ, ഭവൻ സ്കൂൾ രാമനാട്ടുകര, ദേവകിയമ്മ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ 3 സ്ഥാപനങ്ങളെങ്കിലുമുണ്ട്. അമൃത സ്കൂളുണ്ട് താനൂരിലും മഞ്ചേരിയിലും, നാവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച തിരുനാവായിലുണ്ട്. അതുപോലെ തന്നെ മലപ്പുറം എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാറ്റഗറിയാണ് എന്ന രീതിയിലുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗത്തിൽ എന്നതാണ് എനിക്ക് ആ പ്രസംഗ ഭാഗം കേട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് ആലോചിച്ചുറപ്പിച്ച് പറഞ്ഞ ഒരു പ്രസ്താവനയായിട്ടാണ് നമ്മൾ എടുക്കേണ്ടതും. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ റെപ്രസെൻ്റ് ചെയ്യുന്ന എന്തിനെയാണ്? ഈഴവ വിഭാഗത്തെയാണ്. അദ്ദേഹം ഈഴവ വിഭാഗത്തിൻ്റെ എല്ലാമായ നേതാവാണ് എന്നതാണ് അദ്ദേഹം തന്നെ ആട്രിബ്യൂട്ട് ചെയ്യുന്നത്. SNDP എന്ന സംവിധാനം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് കാലങ്ങളായി അത് കൈവശം വെക്കുന്നത്. തെരഞ്ഞെടുപ്പുകൾ നടക്കാറുണ്ടെങ്കിലും അത് വെള്ളാപ്പള്ളി നടേശനാണ്. മറ്റുള്ളവരൊക്കെ എതിരെ മത്സരിക്കാറുണ്ടെങ്കിലും ഒരിക്കൽ പോലും SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അവർക്കാർക്കും എത്താൻ കഴിയാറുമില്ല. നമ്മൾ CK വിദ്യാസാഗറിൻ്റെ അടക്കം അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അധികാരം, പണം, സ്ഥാനമാനങ്ങൾ ഇതെല്ലാം ഒരേപോലെ വെള്ളാപ്പള്ളി നടേശൻ എൻജോയ് ചെയ്ത് വരികയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിന്നാലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്ക് കേൾക്കുന്നതിനായി എല്ലാവരും, LDF ആയാലും UDF ആയാലും BJP അല്ലെങ്കിൽ NDA ആയാലും എല്ലാവരും വെള്ളാപ്പള്ളി നടേശൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നതാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും ഒടുവിൽ സ്ഥാനമേറ്റ BJPയുടെ സംസ്ഥാന അധ്യക്ഷനടക്കം എല്ലാവർക്കും വേണം. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള ഒരു ഹിന്ദു നേതാവ് എന്ന രീതിയിലാണ് അദ്ദേഹം മുസ്ലിമിനെതിരെ, അല്ലെങ്കിൽ പ്രത്യേക വിഭാഗം എന്നേ പറയുന്നുള്ളൂ, മുസ്ലിം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ മലപ്പുറം എന്നും പ്രത്യേക വിഭാഗമെന്നും പ്രത്യേക സംസ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ അവിടെ കൂടുതൽ പോപ്പുലേഷൻ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം വിഭാഗത്തെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അവിടെ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈഴവർക്ക് ഭയമാണെന്നാണ്. ഈഴവർക്ക് ഭയമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞൂടെ? അദ്ദേഹത്തിൻ്റെ സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളുകൾ ശ്വസിക്കാൻ പോലും കഴിയാതെ മലപ്പുറത്ത് കഴിയുകയാണ് എന്ന് കണ്ണൂരിലെ ധർമ്മടത്ത് നിന്ന് ജയിച്ചു വന്നിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഒന്ന് പറഞ്ഞാൽ പോരെ? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാനിരിക്കുന്ന LDFന് തുടർ ഭരണമാണ് വരാൻ പോകുന്നതെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കഴിഞ്ഞാൽ OBC അല്ലെങ്കിൽ ഈഴവ വോട്ടുകൾ മുഴുവൻ ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരും, BJPയിലേക്ക് ഒഴുകിപ്പോയ വോട്ട് പോലും ഞങ്ങൾക്ക് തിരിച്ചിങ്ങി വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന LDFന്റെ സ്വന്തം മുഖ്യമന്ത്രി, 3ാം ഭരണവും കിട്ടാൻ പോകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് അദ്ദേഹത്തിന് പറയുന്നതിൽ അത്രത്തോളം അദ്ദേഹത്തിന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാര്യം അദ്ദേഹം ആവശ്യപ്പെടേണ്ടത് അവിടെയാണ്. ഈ പരിപാടിയിൽ പോയി പറയുന്നതിനേക്കാൾ
മുഖ്യമന്ത്രിയോട് നേരിട്ട് ആവശ്യപ്പെടാം. ഇനി വോട്ട് ചെയ്യാൻ മാത്രം ഈഴവർ പങ്കാളിത്തം കുറവ്, അത് പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. അവിടെയുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നതിൽ അതിലൊക്കെ ഈഴവർക്ക് പങ്കാളിത്തമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ സ്ഥാപനം തുറക്കാനായി ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളായാലും സ്ഥാപനം തുറക്കണമെന്നുണ്ടെങ്കിൽ സ്ഥാപനം തന്നെ തുറന്ന് അവിടെ വരില്ല. അതിനുവേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം നമ്മൾ നടത്തണം. ഞാൻ ഇക്കാര്യത്തിൽ എന്താണ് അവിടെ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന്, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നുള്ളത് ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ലാൻഡ് ഹോൾഡ് ചെയ്തിരിക്കുന്ന ആളുകളോട് തന്നെ നേരിട്ട് ചോദിച്ചു. അവർ പറഞ്ഞത് അവർക്ക് ആ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നതാണ്. അതായത് ഈ സ്ഥാപനം തുടങ്ങുന്നതിന്, സമൂഹത്തിന് നന്മയുള്ള ഏത് സ്ഥാപനമായാലും തുടങ്ങുന്നതിന് ആര് വന്നു കഴിഞ്ഞാലും അതിനങ്ങനെ ഒരു തടസ്സമുള്ള ഒരു ജില്ലയല്ല മലപ്പുറം എന്നതാണ് പറയുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ശ്രമിക്കേണ്ടത്, അദ്ദേഹത്തിന് പെരിന്തൽമണ്ണയിൽ SNDPയുടെ ഒരു കോളേജുണ്ട്. സ്കൂളുകളും കോളേജുകളും കൂടുതലായി മലപ്പുറം ജില്ലയിൽ തുടങ്ങട്ടെ. കാരണം വിജയശതമാനവും അതുപോലെ തന്നെ സാക്ഷരതയും ഒക്കെ നമുക്ക് കൂടുതൽ കൂട്ടിക്കൊണ്ടുവരാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അത് സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ തുടങ്ങാമല്ലോ. അതൊക്കെ തുടങ്ങുന്നതിന് അദ്ദേഹം അവിടെ ശ്രമിക്കുകയും അതിനെ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആരെങ്കിലും തടയുകയോ അല്ലെങ്കിൽ അത് പ്രവർത്തനം തടസ്സപ്പെടുത്തുകയോ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ വാദത്തിൽ കാര്യമുണ്ട് എന്നുള്ളത് പറയാം. ഇനി അടുത്തത് ഈ കളക്റ്റീവ് സ്ട്രെങ്ത് ആണ്. കളക്റ്റീവ് സ്ട്രെങ്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം, മറ്റുള്ളവർ സംഘടിച്ച് വോട്ട് ബാങ്കായി നിന്നുകൊണ്ട് അധികാരം പിടിച്ചെടുക്കുമ്പോൾ നമുക്ക് സംഘടിക്കാൻ സാധിക്കാതെ പോയി. സംഘടിച്ച് നിന്നെങ്കിൽ ഇന്ന് നമുക്കും എല്ലാം നേടിയെടുക്കാൻ കഴിഞ്ഞേനെ. അത് ശരിയാണ്. കാരണം കേരളത്തിലെ ഹിന്ദുക്കൾ സംഘടിതരല്ല. അദ്ദേഹം പറഞ്ഞ ആ വാദം ശരിയാണ്. കേരളത്തിൽ മുസ്ലിം ലീഗിന് ഉള്ളതുപോലെയുള്ള ഒരു വോട്ട് ബാങ്ക് വേറെ ആർക്കും ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. മലപ്പുറത്ത് ആര് മത്സരിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ശക്തിയായി ഇടതുപക്ഷത്തിന് സീറ്റുകൾ സ്വന്തമാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ പോലും ആത്യന്തികമായി മുസ്ലിം ലീഗിനുള്ള ഒരു ശക്തി മലപ്പുറത്ത് CPIM-നോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോ ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. BJP-ക്കും ഇല്ല. അപ്പോൾ അവിടുത്തെ സംഘടിതമായി നിൽക്കുന്ന ശക്തി എന്ന് പറയുന്നത് ഈ ഒരു മുസ്ലിം വോട്ട് ബാങ്കാണ്. ആ വോട്ട് ബാങ്ക് ഉണ്ടായെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിടയിലുള്ള ആ ഒരു കൂട്ടായ്മ കൊണ്ടാണ്, ഒരുമ കൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ കൂട്ടായ്മയാണ്. ഞാനത് പറഞ്ഞോട്ടെ, ഞാനതൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. അതായത് അവിടെയുള്ള ഈ മുസ്ലിങ്ങൾക്കിടയിലെ ആ ഒരു ഒരുമയാണ് വെള്ളാപ്പള്ളി നടേശൻ യഥാർത്ഥത്തിൽ കാണേണ്ടത്. അവിടെ ഇപ്പോൾ സുന്നി വിഭാഗമാണോ ഷിയ വിഭാഗമാണോ അല്ലെങ്കിൽ അഹമ്മദിയാണോ എന്ന് നോക്കിയിട്ടല്ല, അവിടെ അവർക്കിടയിൽ ഒരു ഐക്യമുണ്ട് എന്നത് അദ്ദേഹത്തിന് ബോധ്യപ്പെടേണ്ടതാണ്. ആ ഐക്യം ഇവിടെ എന്തുകൊണ്ടാണ് NSS-ഉം SNDP-യും തമ്മിൽ ഉണ്ടാകാതെ പോയത് മുൻകാലങ്ങളിൽ? ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്നിച്ചു വരുന്ന സമയമാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഏകീകരണമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അത് നല്ല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നുണ്ടെങ്കിൽ അതിനോട് ഞാൻ എതിർക്കുന്നില്ല. ഇനി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് മുന്നിൽ നിൽക്കുന്നത്. അവിടെ ഇടതുപക്ഷത്തിന് ജയിച്ചേ മതിയാകൂ. കാരണം PV അൻവർ ഫാക്ടർ ഇല്ല എന്ന് സ്ഥാപിക്കാൻ ഇടതുപക്ഷത്തിന് നിലമ്പൂരിൽ ജയിച്ചേ മതിയാകൂ. അവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയേ മതിയാകൂ. അത് സാധ്യമാകാത്ത രീതിയിലേക്ക് ഇപ്പോഴത്തെ ഈ തർക്കം കൊണ്ടുപോകുന്നുണ്ടോ എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറത്തെ ബിഗ് ബ്രദർ ആരാണെന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗാണ്. കോൺഗ്രസിന് അവിടെ എപ്പോഴും ഒരു സെക്കൻഡ് ലൈനാണ്. അവിടെ ഫിഡിലിംഗ് മാത്രമാണ് അവർക്ക് സാധിക്കുക. അപ്പോൾ അവിടെ ഈ കോൺഗ്രസിലെ OBC ആണ്, അല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന, കാലാകാലങ്ങളായി വോട്ട് ചെയ്യുന്ന ഈഴവ വിഭാഗത്തെ ആയിരിക്കാം വെള്ളാപ്പള്ളി നടേശൻ ലക്ഷ്യമിടുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ ലീഗിനെ കുറിച്ച് പറയുന്നതിലൂടെ അദ്ദേഹം ലക്ഷ്യമിടുന്നത് അതാകാനാണ് സാധ്യത. ലീഗിന്റെ വോട്ട് ബാങ്ക് എന്തായാലും അവിടെ ഇൻടാക്ട് ആയിട്ട് നിൽക്കും. അപ്പോൾ PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് കൂടി ഇപ്പുറത്തേക്ക് വരുമ്പോൾ കോൺഗ്രസിന് ആ സീറ്റ് പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ UDF-ന് ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുന്ന സാഹചര്യമാണ് നിലമ്പൂരിൽ നിൽക്കുന്നത്. അതിനൊരു മാറ്റമുണ്ടാക്കാൻ വെള്ളാപ്പള്ളി നടേശന്റെ ഈ സ്റ്റേറ്റ്മെന്റ് CPIM ഉപയോഗിക്കുമോ എന്നുള്ള ഒരു കാര്യം അവിടെ നിൽക്കുകയാണ്. കാരണം CPIM-ൽ നിന്ന് മുഖ്യമന്ത്രി അടക്കം സംഘപരിവാറിനെ കുറിച്ച് അല്ലെങ്കിൽ ഓർഗനൈസറിൽ വന്ന ലേഖനം, രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന, അതിന് മധുരയിലെ പാർട്ടി കോൺഗ്രസ് വേദിയിലിരുന്ന സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരു വാക്ക് പോലും ഇതുവരെ പറഞ്ഞിട്ടുമില്ല, എഴുതിയിട്ടുമില്ല. CPIM-ലെ പ്രധാനപ്പെട്ട നേതാക്കളും മൗനം തുടരുകയാണ്. അത് ഇപ്പുറത്ത് വെള്ളാപ്പള്ളി നടേശൻ ആയതുകൊണ്ട് മാത്രമാണ്. PC ജോർജ് ആണ് ഇത് പറഞ്ഞിരുന്നതെങ്കിൽ ഇങ്ങനെയായിരിക്കുമോ സമീപനം? വെള്ളാപ്പള്ളി നടേശൻ ഈ പറഞ്ഞ കാര്യം മലപ്പുറത്ത് പോയി PC ജോർജ് ആണ് പറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരാളാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇതായിരിക്കില്ല സമീപനം. വെള്ളാപ്പള്ളി നടേശനെ വേണം. ആർക്ക്? സർക്കാരിന്, CPIM-ന്. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് എൻഡോഴ്സ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ UDF എന്ന സംവിധാനം ലീഗിന് വിധേയമായി നിൽക്കുന്നത് കൊണ്ട് ലീഗിനെ അല്ലെങ്കിൽ മലപ്പുറത്തെ പറഞ്ഞു കഴിഞ്ഞാൽ UDF-ലുള്ളവർ പ്രതികരിക്കും. അപ്പോഴും K സുധാകരൻ അടക്കം മിതത്വത്തോടു കൂടിയുള്ള ഒരു പ്രതികരണമാണ്, അല്ലാതെ കടന്നാക്രമിക്കുന്നില്ല. അതും വ്യക്തമാണ്. കാരണം കണ്ണൂരിൽ അദ്ദേഹത്തിന് വോട്ട് വേണം. വെള്ളാപ്പള്ളി നടേശനെ പൂർണ്ണമായും പിണക്കാൻ K സുധാകരനും തയ്യാറല്ല. ഇനി സ്ട്രോങ് ആയിട്ടുള്ള റാഡിക്കൽ മുസ്ലിം ഗ്രൂപ്പ്സ് ഇപ്പോൾ SDPI പരാതിയുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. SDPI ആണ് പരാതി നൽകിയിരിക്കുന്നത്. മുസ്ലിം ലീഗ് ഇതുവരെ ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. നമ്മളോട് PMS എല്ലാം പ്രതികരിച്ചതൊഴിച്ചാൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള റിലീസോ അല്ലെങ്കിൽ വാർത്താ സമ്മേളനമോ അങ്ങനെയൊന്നും മുസ്ലിം ലീഗിന്റെ നേതാക്കളിൽ നിന്ന്, പ്രധാന നേതാക്കളിൽ നിന്ന് നമ്മൾ കാണുന്നില്ല. കളക്റ്റീവായിട്ടുള്ള ഒരു ഡിസിഷൻ അവരത് പെൻഡിംഗ് ആണ്, ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ലീഗിന് അതിർത്തിയുള്ള ഒരു കാര്യം ഇതിനിടയിൽ സംഭവിച്ചല്ലോ. വഖഫ് നിയമ ഭേദഗതി ബിൽ അത് ലോക്സഭയിൽ വന്നപ്പോൾ പ്രിയങ്ക ഗാന്ധി ലീഗ് സ്വാംശീകരിച്ച അല്ലെങ്കിൽ ലീഗാണ് നേടിക്കൊടുത്തത് ഭൂരിപക്ഷത്തിലെ 4 ലക്ഷം ഭൂരിപക്ഷത്തിലേക്ക് എത്തിച്ച 2.5 ലക്ഷം ഭൂരിപക്ഷത്തിന് വേണ്ടി അധ്വാനിച്ചത് ലീഗാണ്. ലീഗിന്റെ മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള വോട്ട് വിഹിതം ഉയർത്തിക്കൊണ്ടാണ് അവർ വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് പ്രിയങ്ക ഗാന്ധിയെ
എത്തിച്ചത്. പക്ഷേ പ്രിയങ്ക ഗാന്ധി വഖഫ് ഭേദഗതി ബില്ല് ചർച്ചയ്ക്കെടുക്കുമ്പോൾ വിദേശത്തായിരുന്നു, പാർലമെന്റിൽ ഉണ്ടായിരുന്നില്ല. രാഹുൽ ഗാന്ധി ആക്റ്റീവായി അതിൽ ഇടപെട്ട് സംസാരിച്ചിട്ടില്ല. അതൊക്കെ ലീഗിന് അതൃപ്തിയുള്ള വിഷയങ്ങളാണ്. അത് കോൺഗ്രസ് കാണേണ്ട കാര്യമാണ്. അവിടേക്കാണ് ഈ വെള്ളാപ്പള്ളിയുടെ എൻട്രി. അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുമ്പോഴാണ് എന്നതുകൂടി നമ്മൾ നോക്കണം. ഈ അതിതീവ്ര ചിന്താഗതിയുള്ള മുസ്ലിങ്ങൾ വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളെ എങ്ങനെ എടുക്കും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് ഒരു മിതവാദികളായ അല്ലെങ്കിൽ ഈ തീവ്ര ചിന്താഗതിയിലേക്ക് പോകാത്ത സമൂഹത്തിൽ എല്ലാവരും ഒരുമയോടെ സ്നേഹത്തോടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മലപ്പുറത്തെ മുസ്ലിങ്ങളിൽ ഏറിയ പങ്കും, 90%. അല്ലാതെ നിൽക്കുന്ന ആളുകളും ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അവരിതിനെ വലിയ രീതിയിൽ ഒരു പോളറൈസേഷനിലേക്ക് കൊണ്ടുപോകുമോ എന്നുള്ള ഒരു ആശങ്ക എനിക്കുണ്ട്. പ്രത്യേകിച്ചും SDPIയുടെ ഇപ്പോഴത്തെ മൂവ് കാണുമ്പോൾ എനിക്കതാണ് തോന്നുന്നത്. ഇപ്പോൾ യൂത്ത് ലീഗ് ഒക്കെ നടത്തുന്ന പ്രതിഷേധം പോലെയല്ല SDPIയുടെ ഇതിനകത്തെ സ്റ്റാൻഡ് എന്നുള്ളതും ഞാൻ മനസ്സിലാക്കുന്നു. ഇതിൽ എന്തായാലും 2026 അടുത്ത വർഷം കൂടി നമ്മളൊന്ന് പറഞ്ഞു പോകണം. 2026 കോൺഗ്രസും ലീഗും എല്ലാം ഉൾപ്പെടുന്ന UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ ലീഗിന്റെ സ്റ്റാൻഡ് എന്താകും എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണല്ലോ. കാരണം ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അന്ന് എന്തായാലും ഇടതുപക്ഷത്തിനൊപ്പമായിരിക്കും. അപ്പോൾ ലീഗിന് പൂർണ്ണമായും വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടോ? അതുകൊണ്ടാണോ ഒരു മൃദുവായി, അല്ലെങ്കിൽ ഇപ്പോൾ പ്രതികരിക്കേണ്ടതില്ല, അങ്ങനെയാണ് പ്രതികരിക്കേണ്ടതില്ല, ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ അല്ല, വളരെ മിതമായിട്ട് പ്രതികരിക്കും. അതെ. അപ്പോൾ ലീഗ് അതുകൊണ്ട് തന്നെ അതിലൊരു സൈലൻസ് കീപ്പ് ചെയ്യുകയാണ്. വലിയ പ്രതികരണങ്ങളിലേക്ക് പോകാതെ നിൽക്കുകയാണ്. യൂത്ത് ലീഗിന്റെ ഒക്കെ പ്രതിഷേധം ഒഴിച്ചു നിർത്തിയാൽ അങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ തുഷാർ വെള്ളാപ്പള്ളി ഇതേ പരിപാടിയിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയുണ്ട്. അതാണ് ഇതിലെ പൊളിറ്റിക്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ന്യൂനപക്ഷം സംഘടിതമായി നിന്ന് ഭൂരിപക്ഷത്തെ നിയന്ത്രിക്കുന്ന അവസ്ഥ എന്നതാണ് മലപ്പുറത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞതിന്റെ തുടർച്ചയായി മകനും NDA നേതാവുമായ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നേരത്തെ കഴിഞ്ഞ വർഷം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും എല്ലാം ചേർത്താണ്. 2024 ജൂൺ 13 എപ്പോഴാണെന്നറിയുമോ? രാജ്യസഭാ സീറ്റുകൾ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചപ്പോൾ രാജ്യസഭാ സീറ്റ് ന്യൂനപക്ഷങ്ങൾക്കായി അങ്ങ് തീറെഴുതി കൊടുത്തു, നമ്മളെ എല്ലാവരെയും ഒഴിവാക്കി എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വെള്ളാപ്പള്ളി നടത്തിയിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയാണ്. അതൊരു ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വെള്ളാപ്പള്ളി നടത്തിയിരിക്കുന്നത്. ഇത്രയും അദ്ദേഹം പറഞ്ഞ രീതിയിൽ അതേ മൂർച്ചയോടെ ഈ വിഷയത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരാമർശത്തെ BJPയോ അല്ലെങ്കിൽ സംഘപരിവാറോ അല്ലെങ്കിൽ NDAയോ ഏറ്റെടുക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. കാരണം ഇതുവരെ ഒരു പ്രതികരണം പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇക്കാര്യത്തിൽ ഒരു ധ്രുവീകരണം നല്ലതല്ല എന്നത് തന്നെയാണ്. കാരണം മലപ്പുറത്തെ മനുഷ്യരാകെ മോശമാണ്, അല്ലെങ്കിൽ മലപ്പുറത്തെ മുസ്ലിങ്ങൾ മുഴുവൻ ഇങ്ങനെ വർഗീയ ചിന്താഗതിയുള്ള ആളുകളാണ് എന്ന രീതിയിൽ ചിത്രീകരിക്കുന്നത് നല്ലതല്ല. വോട്ട് ബാങ്കായി അവർ സംഘടിച്ച് നിൽക്കുന്നത് അവർക്കിടയിൽ ഒരുമയുള്ളത് കൊണ്ടാണ്. അത് മനസ്സിലാക്കി SNDPയിൽ തന്നെ ഒരു ഒരുമ കൊണ്ടുവരിക, ഈഴവ സമുദായത്തിൽ തന്നെ ഒരു ഒരുമ കൊണ്ടുവരിക, ഹിന്ദുക്കൾക്കിടയിൽ ഒരു ഒരുമ കൊണ്ടുവരിക, അതൊക്കെയാണ് ചെയ്യേണ്ടത്. അതിന് പകരം അവർക്കെല്ലാം ഉണ്ട് നമ്മൾക്കൊന്നുമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ട്രൈ ചെയ്തു, നമ്മൾ എന്താണ് ചെയ്തത് എന്നതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ ഒന്നും ചെയ്യാതെ കൈകെട്ടിയിരുന്നിട്ട് അവരെല്ലാം കൊണ്ടുപോയി അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. Meet the editors.